എന്ത് രസാ നോക്ക്. ആ ബിൽഡിങ്ങിന്റെ ഡിസൈൻ നോക്ക്. രസാലേ. എവിടെ പൊന്നു ഇഷ്ടപ്പെട്ടോ? എന്താ പൊന്ന എവിടെ? അമ്മ കണ്ടു അമ്മ കണ്ടു. അടിപൊളി അല്ലേ? ആ അവിടെ ചിത്രമൊക്കെ കാണുന്നുണ്ട് അല്ലേ? തണുപ്പാണോ? കൊറേ കാലത്തിന് ശേഷം വണ്ടിന്റെ ബാക്കിലിരുന്നു തല്ലുണ്ടാക്കലോ? എല്ലാരും നോക്കി ഇങ്ങനെയാണോ മാമന്മാർ ചെയ്യാ? ആണോ? എല്ലാരും നോക്കിട്ട് പറ ഇങ്ങനെയാണോ മാമന്മാർ ചെയ്യാ? ഇങ്ങനെയാണോ മാമന്മാർ ചെയ്യാ? മാമന്മാരെ അവസ്ഥ ഒന്ന് പറയട്ടെ. വേണ്ട ചെറുതൊക്കെ ഇങ്ങനെയാണോ മാമന്മാരെ നോക്കുക? പിന്നെ എങ്ങനെയാ മാമന്മാര് വേണ്ടക്കും? എന്തോ പുല്ല് കേൾക്കുന്നില്ല. ചിമ്പാൻസി നോക്കുന്നെന്താ? അജിയാണ് കണ്ടത്. നന്ദേന്റെ പോലത്തെ ഡ്രസ് ഇട്ടുണ്ട് അല്ലേ? കണ്ടോ? അമ്മ കണ്ടു കേട്ടോ. കണ്ടു ഇവരെ അഭിനയിക്കണ അത് നിങ്ങൾക്ക് കിട്ടും. ഓന്റെ അമ്മ മനസ്സിലായിട്ടില്ലേ? ഓന്റെ അമ്മയ്ക്ക് അറിയാം. അന്നേ പിടിക്കണ്ടാ. എങ്ങനെയുണ്ട് പൊന്നു? ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് പോയാലോന്നോ? ഇതെന്താ ചിട്ടാ പൊന്നു? അതാ പേക്കിതാ ഇങ്ങോട്ട് തന്നെയാ പോകുന്നേ. ഇതുണ്ടോ എന്താ അവിടെ പോയി നിക്ക്. ഗ്ലാസ് ആണോ? അമ്മയ്ക്ക് മനസ്സിലായില്ല. മുട്ടാണോ? ആ മതി ഇറങ്ങി തൊടണ്ട. ഇതെന്താ എന്താണ്? പൂക്കളല്ലേ? അമ്മ കരുതി പൂക്കളാന്നിട്ടോ. അത് പറ്റിക്കലല്ലേ? പൂക്കളല്ല അല്ലേ? ഗ്ലാസ് ആണല്ലേ? പറ്റിക്കാൻ വെച്ചിരിക്കല്ലേ പൂക്കളെ പോലെ അല്ലേ? അമ്മേനെ പറ്റിക്കാൻ വെച്ചതാ അല്ലേ ഗ്ലാസ്? ആ ഉണ്ടാക്കി വെച്ചതാ അല്ലേ? അവിടെ നിക്ക്.
പൈസ നോക്ക്. തിരിച്ചു വാ, ഞങ്ങൾ പോവാണ്. ഇതെവിടെയാ സ്ഥലം? ഇതാണ് നന്ദയ്ക്ക് ഇതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇത് നമ്മളെ പറ്റിച്ചാണത്ര. അത് പൂക്കളല്ലാന്ന്, ഗ്ലാസ് ആണ് അമ്മാന്ന്. അതാണ് ഇപ്പൊ സങ്കടം. പറഞ്ഞു തരുന്നത്. കണ്ടോ കണ്ടോ? വായോ ബാ. എന്താണ്? ഒക്കെ വെള്ളമാണ് കുഞ്ഞു. ആ ഇവിടുന്ന് വെള്ളം വാങ്ങിച്ചാൽ 10 റിയാലാവും. പുറത്ത് വെള്ളം വാങ്ങിച്ചാൽ 1 റിയാലേ ആവുള്ളൂ കേട്ടോ. അത് എടുക്കാനുള്ളതല്ല, ഇതിവിടെ ഡെക്കറേഷന് വെച്ചിരിക്കുക അവര്. അത് എടുത്തു കഴിഞ്ഞാൽ അവരടിക്കും കേട്ടോ. ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് അങ്ങനെയൊന്നും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഈ എൻ്റെ കൈകൂപ്പിൽ നമ്പറൊന്നും കൊടുക്കല്ലേ, നമുക്ക് പുറത്തിറങ്ങിയിട്ട് വാങ്ങിക്കാം. ഓക്കെ, പിണങ്ങണ്ട, അമ്മ പിന്നെ വാങ്ങിച്ചു തരും. പിന്നെ കൊണ്ടുവന്ന് ഭയങ്കര കഷ്ടമായല്ലോ. നമ്മൾ വീട്ടിൽ പോവാന്നാലേ വാ. ഇങ്ങനെ വേണ്ടാത്ത സാധനങ്ങൾക്കൊക്കെ വാശി പിടിച്ച് നമ്മൾ വീട്ടിൽ പോകും. വാ വായോ വാ. പ്രശ്നമായി. വെള്ളം നനയ്ക്കില്ല, ഷൂ നനയും. ഷൂ നനയും കേട്ടോ. നോക്ക്, ലൈറ്റ് നോക്ക് വെള്ളത്തില്.
അതിന് അബ ഇല്ലല്ലോ ഇവിടെ അബ കാണാന്. ഇത് അബ കണ്ട ഇനി ഓളോട് ചോദിക്കുന്നു ഏതാ സാധനം നോക്കണേ. അബുവിന്റെ വാവ്. നന്ദ കണ്ടോ കളർ മാറിയത് കണ്ടോ? എന്താ മേലേക്ക് നോക്ക്. The real view of Qatar. ആ കണ്ടു കണ്ടു കണ്ടു. എന്താ അയ്യോ, 2 കുട്ടിഭൂതങ്ങളാണുള്ളത്. കുട്ടിഭൂതങ്ങളാണല്ലോ ഇവിടെ. മുന്നിക്ക് വാ. ആയോ രസല്ലേ? നമ്മള് മുന്നേ കണ്ട വീഡിയോ ഉള്ള സ്ഥലമാണത്. അതിന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട് കുതിരേൻ്റെ പേര് ഓണറിൻ്റെ നെയിമൊന്നും അല്ല കേട്ടോ. ആ ഫോട്ടോ എടുത്ത ആളെ പേരാണ് കേട്ടോ അവിടെ കൊത്തിവെച്ച്. ഞങ്ങൾ ആദ്യം കരുതി കുതിരേൻ്റെ പേരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറിൻ്റെ പേരോ ആണ്. അതിൻ്റെ ഓണേഴ്സിൻ്റെ നെയിമാണോ? പിന്നെ അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കി. അതിൻ്റെ ഓണേഴ്സിൻ്റെ പേര് ഇതാണ് നമ്മൾ വന്ന സ്ഥലം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നടന്നു വന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഇങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റും. ഈ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ ഇവിടെ ആകാശത്ത്. അന്നേരം എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ കാണിച്ചു തരികയാണ്. ഇതൊക്കെ എവിടെയാണോ അല്ലേ? മാഡം ഇവിടെ എന്തിനാ വന്നത്? ഫോട്ടോസ് കാണാനാണോ തിന്നാനാണോ മാഡം വന്നേ? പാളിപ്പോയി ഏട്ടാ. എന്താ വാ പോവാ നമുക്ക്. വാ, എൻ്റെ ഫോട്ടോസ് കണ്ടോ?
നന്ദ എല്ലായിടത്തും വന്ന് ഇരിക്കില്ല നന്ദ. കാണണ്ടേ ഫോട്ടോ? ഇങ്ങനെയൊക്കെ ചിത്രം വരയ്ക്കാനാണെങ്കിൽ ഞാനും വരച്ചു തരും കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ ചെയ്ത വർക്കുകൾ, ആരാ ചെയ്ത വർക്ക് എന്നും കൂടി ഇതിലുണ്ട് കേട്ടോ അവിടെ. അവിടെ പോയിരുന്നു ഫോട്ടോ എടുത്ത്. ഇത് പണ്ടത്തെ ഖത്തറിൻ്റെ ഒരു രേഖാചിത്രം കിട്ടുന്ന സ്ഥലങ്ങളാട്ടോ. എന്താ ഇവിടെ നിന്നൊന്നും എടുത്ത് പോക്കറ്റിലിടരുത് കേട്ടോ. ഖത്തർ ചിപ്പികളുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന കേട്ടോ പണ്ട്. പേളിൻ്റെ നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ കാണാറുള്ള സാധനം പോലെ ഉണ്ട് അല്ലേ? അക്കു ഇങ്ങ് വാ. കൈ തൊടരുത് പോന്നു. അവിടെ തൊടാൻ പാടില്ല കേട്ടോ. ഇത് ശരിക്കുള്ള പേളാണോ? ഖത്തർ പേളാണോ തോന്നുന്നു അല്ലേ? ഇതൊക്കെ ഇവിടുത്തെ കടലിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് തോന്നുന്നു അല്ലേ? ഈ ഖത്തറിന് പേൾ ഖത്തർ തന്നെ പേര് വരാൻ കാരണം ഈ പേളായിരുന്നു അവരുടെ മെയിൻ വരുമാന സ്രോതസ് എന്നാ പറയുന്നത് പണ്ടത്തെ കാലത്ത്. തള്ളല്ല, സത്യമായിട്ട് പേളായിരുന്നു ഖത്തറിന്റെ വരുമാന സ്രോതസ്. പിന്നെയല്ലേ ഗ്യാസൊക്കെ കണ്ടുപിടിച്ചത്, പെട്രോളിയം ഗ്യാസ്. ഇതൊക്കെ ഇവിടുത്തെ പേൾ തന്നെയായിരുന്നു. പേളല്ലേ പേര് കേട്ടത് ഖത്തറില്? എല്ലാം പേൾ തന്നെയാണ്. എല്ലാം പേളാണിത്. നീ മുത്തേന്ന് തന്നെയാണോ വിളിച്ചത് അതോ ആ മുത്തയാണോ വിളിച്ചത്? അജു, ഈ ഇവര് പറയുന്നത് തന്നെ ഇവരെ കൾച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മ്യൂസിയം മൊത്തം. മനസ്സിലാവും. ഈ ഒന്ന് എടുത്ത് നോക്ക്. അലാറം അപ്പടിയും ഇവിടെ. എന്റെ പൊന്നു, എന്റെ തന്തേനെ കൊണ്ട് എടുപ്പിക്കല്ലേട്ടാ. ഇതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഡു നോട്ട് ടച്ച് എന്ന് ഇവിടെ കണ്ടില്ലേ? ടച്ച് എന്ന് പറയുമ്പോൾ ടച്ച് അലറടിക്കോ? ഇല്ലല്ലോ, ഇത് കൊണ്ടുപോകാൻ മതി. ആ അക്കു അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കില്ല. എൻ്റെ അക്കു എന്തേ ചെയ്യും. പണ്ടത്തെ ഖത്തറിൻ്റെ കൾച്ചറാണ് കേട്ടോ ഈ മ്യൂസിയം മൊത്തം അവർ വെച്ചിരിക്കുന്നത്. മൊട്ടയടിച്ചു അല്ലേ? നല്ല കാര്യ. എന്നോട് പറഞ്ഞു മുത്തെടുത്ത് എന്റെ പോക്കറ്റ് ഇട്ടോളാം. ഞാൻ മുത്തെടുക്കാം, അവന്റെ പോക്കറ്റ് ഇട്ടാലും ഒരു കുഴപ്പമില്ല. എൻ്റെ കൂടെ ആരും വരരുത് കേട്ടോ, എൻ്റെ കൂടെ വരരുത്. ഞാൻ നിന്റെ പോക്കറ്റ്
തൊടരുത്, ഡോൺ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. എടീ, ഞാൻ മുത്തെടുത്തിട്ട് ഇതിന്റെ പോക്കറ്റ് വീഴോ ഇല്ലയോ നോക്കട്ടെ. എന്റെ സോമി, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കും. എടാ അഞ്ചു നിന്റെ പോക്കറ്റിൽ ഒന്ന് അത് സാധനം മനസ്സിലായോ? ഇതൊക്കെ ക്യാമറ ഉണ്ട് കേട്ടോ ഇവിടെ. അക്കോ പൊന്നക്കോ തൊടരുത്, നശിച്ചു പോയാൽ ഇവിടെ നിർത്തുക തന്നെ. തൊടരുത് എന്നോടല്ലേ പറഞ്ഞേ? അക്കു തൊടണൊക്കെ ഈയും തൊടും. അക്കു സൂ ഇല്ലട്ടോ, അറിയാതെ സൂനെ വിളിച്ചു പോണു. കാക്കാവടി കാക്കോടി കാക്കോടി. വാ വാ വാ, പാക്കപ്പ് പോവാ. ഇവരൊക്കെ കൊണ്ടുപോവാ. എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാവണം. എന്തെങ്കിലും എടുത്ത് പോക്കറ്റിൽ ഇടുമ്പോഴൊക്കെ. നോക്ക് നോക്ക്, എടി ഇതിലൊരു മുത്ത് പോയാ അവരെങ്ങനെ അറിയുന്നത്? സോമി നീ ഒന്ന് നടന്നേ, എനിക്ക് വയ്യ. ഞാൻ എടുത്തിട്ട് അജുവിന്റെ പോക്കറ്റിൽ, അപ്പൊ എനിക്ക് ഞാൻ സേഫാണ്. ഇത് ക്യാമറയാണ്, ഇവിടെയൊക്കെ ക്യാമറയാണ്. ഇതൊക്കെ റെക്കോർഡഡ് ആട്ടോ. ഇവരിത് എല്ലാം റെക്കോർഡഡ് ആണ്. അയ്യോ, മലയാളം അറിയുന്ന ആൾക്കാർ, ഹിന്ദി അറിയുന്ന ആൾക്കാർ, അറബി അറിയുന്ന ആൾക്കാർ. മോണിറ്റേഡ് ആണ്. വോയിസ് ഡീകോഡ് ചെയ്ത് മെസ്സേജ് ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ഇന്റൻഷൻ ഇതാണ്, ഇവരെ സൂക്ഷിക്കുക. അല്ല, സത്യമായിട്ട്, അല്ലാതെ വെറുതെയാണോ? ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അവരിവിടെ സൂക്ഷിക്കുന്നത്. എത്ര വില പിടിപ്പ്? ആ പേളിന്റെ വില അറിയണമെങ്കിൽ ചോദിച്ചു. ഞാൻ നമ്മുടെ പോക്കറ്റ് നന്ദേന്റെ പോക്കറ്റിൽ എടുത്തിട്ടോ, ക്യാമറ ഉണ്ട് ഇവിടെ, എനിക്കൊരു കുഴപ്പമില്ല. ഉറവയാണത് അറിവ്. ആ ഓരോ ഉറവയെ അടച്ചു വെച്ചൊക്കെ ഒരു കുറ്റിട്ട് ഉണ്ടോ? എന്റെ തലേന്നാണോ പൊട്ടി മുളയ്ക്കണ ഉറവ? ഉറവ കത്തറ ഞാൻ പറയണില്ല. കത്തറാക്കി അക്കു എന്താ പറഞ്ഞറിയാം, അതില് മീനിനെ കണ്ടു. ഓ പിന്നെ ഉറവ പിന്നെ തള്ളല്ല. ഉറവ പോലെ വരുന്നില്ലേ? ആ വരുന്നുണ്ട്. ഇങ്ങനെ ഉറവ വരും. Where is the blue mosque? Blue mosque is where? വെള്ളത്തിൽ കളിക്കരുത് കേട്ടോ, തണുപ്പാണ്. ഈ ലൈറ്റ് കാണാൻ വന്നതാണോ? ഈ ലൈറ്റിനനുസരിച്ചാട്ടോ അവിടുത്തെ കളറ് മാറുന്നത്. അത് കളറ് മാറുന്നില്ലേ? കത്താറയാണ് കേട്ടോ അത് പ്ലേസ്. നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയോ? ആ ഞാനൊന്ന് പറഞ്ഞു പോയി, ക്ഷമിക്കൂ. നന്ദനോട് ഞാൻ വെള്ളം തൊടരുത് പറഞ്ഞിട്ട് വെള്ളത്തിൽ തൊടുണ്ടാ? അജി എടുക്കണ്ട, വാ. അമ്മ കണ്ടു, അവള് ആ കളർ ചേഞ്ച് കണ്ടിട്ടാണ്. വേണ്ടക്കൂ, വെള്ളം നനഞ്ഞ തണുക്കും കുട്ടിക്ക്. നന്ദക്കുട്ടി, ഇതൊക്കെ പൂക്കളല്ല, തട്ടല്ലേ? എന്താ പൊന്നു? ഷോട്ട് എടുക്കണം അവിടെ നിന്നിട്ട്. അതിന്റെ ഫോട്ടോ അവിടെ കണ്ടു ഞങ്ങള്. അതാണ് മ്യൂസിയത്തിലല്ലേ? എന്തിനാ വാശി പിടിക്കുന്നേ? അവിടെ നോക്ക്, ഡിനോസർ ഉണ്ട് മേലേട്ടോ.
ഒരു ഫോട്ടോ എടുക്കാനാ നിക്കാൻ പറഞ്ഞു. ഒന്ന് അനങ്ങാതെ നിൽക്കൂ, എന്നാലല്ലേ ഫോട്ടോ കിട്ടുള്ളൂ. എന്നാ പാട്ട് പാട്. ആ വാങ്ങിച്ചേരാ നീറ്റോ. ആ വാങ്ങിത്തരാം, നമ്മള് പോവാ. വായോ വായോ. എന്താണ്? വാ ലിഫ്റ്റ് വന്നു. വാ 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 വാ, നമുക്ക് പോകണം. അക്കു അവിടെ വാ. കളിക്കണ്ട കളിക്കണ്ട കേട്ടോ പോലെ. അയ്യോ തമാശയാണോ ഉദ്ദേശിച്ചേ? ബാലൻസ് വേണടാ, ബാലൻസ്. നല്ല